CPM ശരിക്കും നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? ഞാനീ ചോദ്യം വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് CPMന്റെ സംസ്ഥാന, ജില്ലാ, പ്രാദേശിക, പഞ്ചായത്ത്, ബ്രാഞ്ച് നേതാക്കളോടാണ് ചോദിക്കുന്നത്, അണികളോടല്ല. നിങ്ങൾ ശരിക്കും കേരള ജനതയെ പറ്റിക്കുന്നില്ലേ? എന്തെന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തോറ്റു, സമ്മതിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തോറ്റപ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ തോറ്റപ്പോൾ 38% വോട്ട് UDF പിടിച്ചിട്ട് 33% നിങ്ങൾ കുറഞ്ഞപ്പോൾ, 5% കുറഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികളെ തേടുകയാണ്. ആരാണ് പ്രതി? അതിൽ തിരുവനന്തപുരം നഗരസഭയിൽ നമുക്ക് തുടങ്ങാം. നഗരസഭയിൽ നിങ്ങൾ പറയുന്നു 21 വയസ്സുകാരിയെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന, സ്വന്തമായി കാറില്ല, മറ്റൊരു കാറ് പോലും, വാഹനം പോലും സ്വന്തം വീട്ടിൽ പോകാത്ത ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വളരെ സാധാരണ പെൺകുട്ടിയെ, 21 വയസ്സുകാരിയെ നിങ്ങൾ പിടിച്ച് മേയറാക്കിയിട്ട് ലോകത്തിന് മാതൃകയാണെന്ന് പറഞ്ഞു, സമ്മതിച്ചു. അത് നിങ്ങൾ ചെയ്തത് എന്തിനാണെന്നറിയാവോ? മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊടുത്തപ്പോൾ ഞങ്ങളിതാ ചെറുപ്പക്കാരുടെ ഒരു പറുദീസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ സർക്കാർ സംവിധാനത്തിൽ ചില ഉപദ്രവങ്ങൾ ഉണ്ടാക്കി. രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ ഇടിച്ചു കയറ്റിയ ആളുകളെ CPMന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരെ ഇടിച്ചു കയറ്റി. അത് ആര്യ രാജേന്ദ്രന്റെ പോലെയുള്ളവരോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. മുഹമ്മദ് റിയാസ് എന്ന ചെറുപ്പക്കാരനെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏൽപ്പിച്ചതിൻ്റെയും CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന തലത്തിലുള്ള നേതാവാക്കുന്നതിൻ്റെയും ഒരു പാസിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്തതായിരുന്നു. അത് നിങ്ങളുടെ സ്വകാര്യം, പാർട്ടിക്കകത്ത കാര്യം, ഞങ്ങൾക്ക് ഒരു അഭിപ്രായമില്ല. പക്ഷെ രണ്ടാമത് നിങ്ങളിപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. CPMന്റെ ജില്ലാ കമ്മിറ്റി, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നൈതിക ബോധമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമോ? എന്തെന്നാൽ ഞാൻ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, അങ്ങോളം ഇങ്ങോളം. അത് CPMന്റെ, CPIയുടെ, കോൺഗ്രസിന്റെ, BJPക്കില്ല, പിന്നെ കേരള കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ ഗ്രാമപഞ്ചായത്തുകളെ, ബ്ലോക്ക് പഞ്ചായത്തുകളെ, ജില്ലാ പഞ്ചായത്തുകളെ സഹായിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇന്നവേറ്റീവായിട്ടുള്ള പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ ആശയപരമായ പ്രോജക്റ്റുകളാണ്. ആനന്ദ ഗ്രാമം, നല്ല നാട്, ഹരിത ഗ്രാമം, ഹരിത കേരളം വേണമെന്ന് ആദ്യമായി ലേഖനം എഴുതുകയും പറയുകയും പുസ്തകം എഴുതുകയൊക്കെ ചെയ്തത് ഞാനാണ്. എനിക്കതിൽ അഭിമാനമുണ്ട്. പിന്നെ ഹരിത കേരളം എടുത്തു, അപ്പോൾ അവർ വിളിച്ചൊന്നുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഒരു കൾച്ചറും ഇല്ല CPMന്. ആരെങ്കിലും ചെയ്താൽ അത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ചെയ്യുന്നതാണ് അവരുടെ കൾച്ചർ. പങ്കജാക്ഷക്കുറുപ്പിന്റെ അയൽക്കൂട്ടം അടിച്ചു മാറ്റി ഡോക്ടർ MB പരമേശ്വരൻ വരെ കൊണ്ടുപോയി. പിന്നെ ബാംഗ്ലൂർ ഉണ്ടാക്കുന്ന സോപ്പ്, കൈ കൊണ്ടുണ്ടാക്കുന്ന സോപ്പിനെ അടിച്ചു മാറ്റി IRTC കൊണ്ടുപോയി, അത് IRTCയിലാണെന്ന് പറഞ്ഞ് വിറ്റു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അത് പോട്ടെ, ആ കഥകളിലേക്ക് പോയാൽ നമ്മുടെ ഈ വീഡിയോയുടെ അജണ്ട മാറിപ്പോവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പഞ്ചായത്തുകളിൽ ഞാൻ സഹായിക്കാൻ പോകും. പുതിയ ആശയങ്ങൾ വയ്ക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ CPMന്റെ കോട്ടയായിരുന്ന ഒരു പഞ്ചായത്തിൽ ഒരു ആനന്ദഗ്രാമം പ്രോജക്റ്റ് ഞാൻ കൊണ്ടുപോയി. അവിടുത്തെ പ്രസിഡന്റ് എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാൻ കൊണ്ടുപോയി. പക്ഷെ ആ പ്രസിഡന്റ് പറഞ്ഞത്, എനിക്കിത് പാർലമെന്ററി പാർട്ടിയിൽ വയ്ക്കണം. വേറൊരു പഞ്ചായത്തിൽ നല്ല നാട് എന്നൊരു പദ്ധതി കൊണ്ടുപോയി, വലിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി. പക്ഷെ അവസാനം അതും പാർലമെന്ററി പാർട്ടിയിൽ കൊണ്ടുവയ്ക്കണം. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ ലോക്കൽ ബോഡികളിലും CPMനാണ് അധികാരമുണ്ടെങ്കിൽ അവിടെ ഒരു പാർലമെന്ററി പാർട്ടി ഉണ്ടായിരിക്കും. പാർലമെന്ററി പാർട്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണമായി ഇപ്പൊ കോർപ്പറേഷനിലെ പാർലമെന്ററി പാർട്ടി എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ പാർലമെന്ററി പാർട്ടി എന്ന് പറഞ്ഞാൽ 19 ജയിച്ച 19 കൗൺസിലർമാരും കോർപ്പറേഷന്റെ ചുമതലയുള്ള ഏരിയ കമ്മിറ്റിയിലെ ആളുകളും അംഗങ്ങളും ചേർന്നതാണ് പാർലമെന്ററി ബോർഡ്. പാർലമെന്ററി പാർട്ടി, ബോർഡെന്നല്ല, പാർലമെന്ററി പാർട്ടി എന്ന് പറയും. അങ്ങനെ പഞ്ചായത്തിലും പാർലമെന്ററി പാർട്ടിയുണ്ട്. ഞാൻ പോയ പഞ്ചായത്തുകളിലുണ്ടായിരുന്നു. പക്ഷേ ഈ പദ്ധതികൾ ആ പഞ്ചായത്തിലെ പാർലമെന്ററി പാർട്ടി കൊണ്ട് വച്ചപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്തെങ്കിലുമൊക്കെ നാളെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടി, അദ്ദേഹം നാളെ MLA ആവുമെന്ന് പേടിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടി അനുവാദം കൊടുക്കാത്തതുകൊണ്ട് 3-4 പഞ്ചായത്തുകളിലാണ് ഞാൻ കൊണ്ടുപോയി ചർച്ച ചെയ്ത് ഞാനും കൂടി ചർച്ച ചെയ്ത ആശയങ്ങൾ നടപ്പിലാവാതെ പോയത്. അത് പോട്ടെ, അത് വേറെ കഥ. അതൊക്കെ ജനങ്ങളുടെ വിധി എന്ന് പറയാനല്ലാതെ മറ്റൊന്നും പറയില്ല. പാർട്ടിക്ക് അങ്ങനെ ചില ഈഗോയും കോംപ്ലക്സും ഒക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. തിരുവനന്തപുരം നഗരസഭയിൽ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി എവിടെ? മുഴുവൻ കുറ്റവും ആര്യ രാജേന്ദ്രനിൽ കുത്തിവെക്കുമ്പോൾ
ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അല്പനൈശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട പിടിക്കും. ഇത് അല്പയ്ക്ക് ഐശ്വര്യം, അല്പയാണല്ലോ, വനിതയാണല്ലോ, അല്പയ്ക്ക് ഐശ്വര്യം വന്നപ്പോൾ അവർ അർദ്ധരാത്രി കുട പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. 21 വയസ്സിൽ അവർക്ക് ഇത് കിട്ടിയപ്പോൾ അവർ ശരിക്ക് പറഞ്ഞാൽ അവർ ഇന്ന് തിളങ്ങുന്ന ഒരു സ്ത്രീയായി നിൽക്കാമായിരുന്നു. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ടിന് പിടിക്കാൻ ഇറങ്ങണ്ടെന്നാണ് പാർട്ടി പറഞ്ഞത്. കാര്യം ഇറങ്ങിയാൽ വോട്ട് കിട്ടൂല, ഉള്ള വോട്ടും കൂടെ പോകും, ഈ സീറ്റും കൂടെ പോകുമായിരുന്നു. അത്ര അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി ഒരു പാവപ്പെട്ട കണ്ടക്ടർ യദുവിനെ, ഒരു ഡ്രൈവറിനെ ഒക്കെ എന്തൊക്കെയാണ് ചെയ്തത് ഇവർ? പിന്നെ കണ്ടക്ടറല്ല, ഡ്രൈവറെ വാഹനം സ്പീഡ് ബാക്കിൽ പോയ വാഹനം ഹാൺ അടിച്ചപ്പോൾ മാറിക്കൊടുത്തില്ല, അതിന്റെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് കയറ്റുന്നു, ആ വാഹനത്തെ തടയുന്നു, ഡ്രൈവറെ തല്ലുന്നു, തെറി പറയുന്നു. ആര്? മേയറുടെ ഭർത്താവും കൂടി. എന്തൊക്കെയാണ് ആ വനിത കാട്ടിക്കൂട്ടിയത്? എത്ര പ്രാവശ്യം അവർക്ക് അവാർഡ് കിട്ടി? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അവാർഡുകൾ വാങ്ങിക്കൊണ്ട് വന്നത് ഒരു വശത്തിരിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ മധുര മനോഹരമായി മാറ്റി മാലിന്യ പ്രശ്നമൊക്കെ വികേന്ദ്രീകൃത മാലിന്യത്തിലുള്ള എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള മുദ്രാവാക്യമൊക്കെ വെച്ച് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നമൊക്കെ ഞങ്ങളിത് പരിഹരിച്ചിരിക്കുന്നു, സ്മാർട്ട് സിറ്റി ആക്കിയിരിക്കുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞങ്ങൾക്ക് ഒരുപാട് അവാർഡ് കിട്ടി ഗുഡ് ഗവേണൻസിന് എന്നൊക്കെ പറഞ്ഞ് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ആര്യ രാജേന്ദ്രനെ ഈ പാർലമെന്ററി പാർട്ടി എവിടെ പോയിരുന്നു? നിങ്ങൾ പാർലമെന്ററി പാർട്ടിയുടെ ചുമതല ഉള്ളവരെ പിരിച്ചുവിടണം. സംസ്ഥാന അടിസ്ഥാനത്തിൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പാർലമെന്ററി പാർട്ടി സംസ്ഥാനത്തിൽ ഇല്ല. അച്യുതാനന്ദന്റെ കാലം വരെ ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ എന്ത് ചെയ്യണമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എഴുതി കൊടുക്കുമായിരുന്നു. ഇതൊക്കെ നടന്ന കേരളത്തിലാണ്. ആരെയാണ് പറ്റിക്കുന്നത് നിങ്ങൾ? ഇതെല്ലാം കേട്ടിരുന്ന് കൈയടിക്കാൻ കുറച്ച് സഹാക്കൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും വെളുപ്പാങ്കാലം ആയെന്ന് പറഞ്ഞാൽ വെളുത്തെന്നും വെളുപ്പാങ്കാലത്ത് ഉച്ചയായെന്ന് പറഞ്ഞാൽ ഇത് ഉച്ച തന്നെയെന്ന് പറഞ്ഞാൽ കൈയടിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ അകത്ത് ചോദ്യം ചെയ്യണം, ആത്മപരിശോധന നടത്തണം, സ്വയം പരിശോധന നടത്തണം, സ്വയം വിമർശനം നടത്തണം. ഈ പാർട്ടി നാട്ടിന് ആവശ്യമുണ്ട്. ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിലോ ആവട്ടെ, ഭരണപക്ഷ പാർട്ടി എന്നുള്ള ആവട്ടെ, ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തൊക്കെ വരുന്ന ഒരു ജനാധിപത്യ ഇടതുപക്ഷ മതേതര പാർട്ടി എന്നുള്ള നിലയിൽ CPM ഒക്കെ ഈ രാജ്യത്ത് ആവശ്യമുണ്ട്. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു പാർട്ടി മാത്രമല്ല, അമേരിക്കയും ഇംഗ്ലണ്ടും ഒന്നും അല്ല ഇന്ത്യ. ഇത് ബഹുസ്വരതയുടെ നാടാണ്. വ്യത്യസ്ത പാർട്ടികൾ ആവശ്യമുണ്ട്. ഭരിക്കുന്ന പാർട്ടിക്ക് സാമൂഹ്യ സമ്മർദ്ദം കൊടുക്കാൻ പ്രതിപക്ഷത്ത് ആവശ്യമുണ്ട് ആളുകൾ. അവർ നാളെ ഭരണപക്ഷം വരുമ്പോൾ അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ചെയ്യാൻ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് സമ്മർദ്ദം കൊടുക്കാൻ പ്രതിപക്ഷത്ത് വേറെ ആളുകൾ വേണം. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. പക്ഷെ ആ സൗന്ദര്യത്തിൽ പാർലമെന്ററി പാർട്ടി എന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ പാർലമെന്ററി പാർട്ടി എവിടെ? മുഴുവൻ കുഴപ്പവും നിങ്ങൾ ആര്യ രാജേന്ദ്രനിൽ ചുമത്തുമ്പോൾ, ആര്യ രാജേന്ദ്രൻ എന്നൊരു വ്യക്തിയായിരുന്നു CPM തിരുവനന്തപുരത്ത്? അല്ലല്ലോ. അവർക്ക് ഒരുപാട് കുഴപ്പമുണ്ടായിരിക്കാം, അവർക്ക് ഈഗോ ഉണ്ടായി, കോംപ്ലക്സ് ഉണ്ടായി. ഇതുപോലെ ജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു വനിത, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത, വയനാട്ടിൽ നിന്ന് ജയിച്ചു. വളരെ പെട്ടെന്ന് അവർ മന്ത്രിയായി. രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഗുഡ് ബുക്കിൽ കയറിയിട്ടാണ് മന്ത്രിയായത്. പക്ഷെ ടപോന കിടക്കുകയാണ്. കാര്യം എന്താ അറിയാവോ? അവർ കാണിച്ചു കൂട്ടിയതും അവരുടെ കല്യാണവും ആഡംബരവും അവരുടെ അഴിമതിയും എല്ലാം കൊണ്ട് വളരെ മോശമായി. അതുപോലെ തന്നെയാണ് ആര്യ രാജേന്ദ്രനും. ഇനിയിപ്പോൾ വൈഷ്ണവ് സുരേഷ് ജയിച്ചിട്ടുണ്ട്, 24 വയസ്സേ ഉള്ളൂ. എത്രയോ ചെറുപ്പക്കാരോട് ജയിച്ചു വരുന്നു. നിങ്ങളോട് പറയാനുള്ളത്, ജയിച്ചു വരുന്ന ചെറുപ്പക്കാരുകളോട് പറയാനുള്ളത്, നിങ്ങൾ പാർട്ടിക്കും സമൂഹത്തിനും കീഴടങ്ങി ജീവിക്കണം. നിങ്ങളുടെ ആഡംബര സ്വഭാവമൊന്നും നിങ്ങൾ പുറത്തെടുക്കരുത്. എങ്കിൽ നിങ്ങളിത് മതിയാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടില്ലേ? വീണതല്ലോ കിടക്കുന്ന ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവ. എഴിക്കാൻ വയ്യാത്ത ഹിമാലയത്തിന്റെ മണ്ടയിൽ കയറും പോലെ കയറിയതാണ്. ഇതാ കിടക്കുന്നു, ഉത്തുംഗത്തിൽ നിന്ന് താഴെ കിടക്കുന്ന അഗാധമായ ഗർത്തത്തിൽ. ഇനി എന്നെണീറ്റ് വരുമെന്ന് അറിയത്തില്ല. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും അതുപോലുള്ള VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും പിന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും വിഷ്ണുനാഥ് ഇവരെല്ലാം 20-25 വയസ്സിൽ KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെ കയറി വന്നവർ തന്നെയാണ്. അതുപോലെ CPM-ലും SFI-ലും DYF-ലൂടെ വന്നവരാണ്. BJP-ലൊക്കെ അങ്ങനെ. BJP-ൽ പിന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകളും കൂടെ ഒരുപാട് നേതാക്കളാവുന്നുണ്ട്. മറ്റ് പാർട്ടികൾ അങ്ങനെ ഇല്ല. താഴെന്ന് തന്നെ കയറി വരുന്നവരാണ്, ചെറിയ പ്രായത്തിൽ കയറി വന്നവരാണ്. അവരാരും സ്വകാര്യമായ സ്ത്രീകളോട് താല്പര്യവും കാര്യങ്ങളൊക്കെ, പക്ഷെ പരസ്യമായ പെണ്ണുപിടിയന്മാരെന്ന പേരെടുത്തിട്ടില്ല, മദ്യപാനികൾ എന്ന പേരെടുത്തിട്ടില്ല. എന്നാലും അവർ മദ്യപിക്കില്ലേ? മദ്യപിക്കും. എനിക്ക് പല നേതാക്കളെ അറിയാം, രഹസ്യമായിട്ടൊക്കെ മദ്യപിക്കുന്നു. സമ്പത്ത് അഴിമതി നടത്തിയിട്ടുണ്ട്. പക്ഷെ പൊതുജനങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്ന രീതിയിലോ സർക്കാരിനോ ഏജൻസികൾക്ക് പിടിക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ അറിയാം അവർക്ക്. അപ്പൊ കക്കാത്തവരെന്ന ഒരു അഭിപ്രായം എനിക്കില്ല. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ പാർലമെന്ററി പാർട്ടിയുടെ സംവിധാനങ്ങൾ എവിടെ? സംസ്ഥാനത്തെ പാർലമെന്ററി പാർട്ടി എവിടെ? മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളെ എല്ലാവരും മുഖ്യമന്ത്രിയെ കോണറിയുമ്പോൾ
ഓരോ പഞ്ചായത്തിലും തോറ്റ പ്രസിഡന്റുമാരെയും തോറ്റ ആളുകളെയും നിങ്ങൾ കോർണർ ചെയ്യുമ്പോൾ CPM-നോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി എവിടെ? അതുണ്ടായിട്ട് ആ സംവിധാനത്തെ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നു പല വികസന പ്രവർത്തനങ്ങളെയും. എന്നാൽ കൺട്രോൾ ചെയ്യുന്നില്ല എന്നല്ലേ, നിയന്ത്രിക്കുന്നില്ല എന്നല്ലേ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ. 5 വർഷം ഇരുന്ന് തെമ്മാടിത്തരം കാണിച്ചെങ്കിൽ ആ തെമ്മാടിത്തരത്തെ കാണിക്കാനും ജനകീയമായി ജനങ്ങളോടൊപ്പം നിൽക്കാനും ആര്യ രാജേന്ദ്രനെ പഠിപ്പിച്ചെടുക്കാതെ കയറൂരി വിട്ടിയ കാളയെ പോലെ പശുവിനെ പോലെ അഴിച്ചുവിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ആര്യയെ കുറ്റം പറയുന്നു. ആരാണ് പ്രതി? ജനം തീരുമാനിക്കട്ടെ, പാർട്ടി അംഗങ്ങൾ തീരുമാനിക്കട്ടെ. കറക്ഷൻ നടക്കേണ്ടിടത്ത് കറക്ഷൻ നടക്കട്ടെ, തിരുത്തൽ വരേണ്ടിടത്ത് തിരുത്തൽ വരട്ടെ. നമുക്ക് ആരോടും എതിർപ്പുമില്ല, ശത്രുതയുമില്ല. എല്ലാം പാർട്ടിക്കും ജനങ്ങൾക്കും വിടുന്നു.